Hi friends. So we are now with the present perfect tense. പക്ഷേ ഞാനിപ്പം ചെയ്യാൻ പോകുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പം ഒരു ചെറിയൊരു എക്സർസൈസ് ഇടുകയാണ്. ആ എക്സർസൈസ് എന്തിനാണെന്ന് വിചാരിച്ചാൽ ഈ ടെൻസ് ഫോംസ് എന്ന് ഉറയ്ക്കാൻ വേണ്ടിയാണ്. അതായത് തന്നിരിക്കുന്ന സെൻറ്റൻസിൽ 10 ഉണ്ട്. അതിലെല്ലാം ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റാണ്. ആ സിമ്പിൾ പ്രസൻറ്റിനെ ആദ്യം പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് എഴുതുക, പിന്നെ പ്രസൻറ്റ് പെർഫെക്റ്റ് ആയിട്ട് എഴുതുക. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ ഉള്ള ഗുണം, ഞാനിപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്ന 10 സെൻറ്റൻസുകളുള്ളൂ. പക്ഷെ അതുപോരാ, നിങ്ങൾക്ക് കൂടുതൽ സെൻറ്റൻസുകൾ നിങ്ങൾ എടുത്തിട്ട് ഈ എക്സർസൈസ് ചെയ്താൽ ഇതുകൊണ്ടുള്ള വലിയ പ്രയോജനം എന്നാന്ന് വെച്ചാൽ ഈ ടെൻസ് ഫോംസ് ഉണ്ടല്ലോ. അതായത് ഇപ്പം ഈറ്റ്സ്, ഈറ്റ്, ഈസ് ഈറ്റിംഗ്, ആം ഈറ്റിംഗ്, ആർ ഈറ്റിംഗ്, ഹാസ് ഈറ്റൺ, ഹാവ് ഈറ്റൺ. ഇതാണ് ഈ 3 ടെൻസുകളാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ടെൻസ് ഫോംസ് ഉറയ്ക്കാൻ ഇത് ഒത്തിരി പ്രയോജനമുള്ള ഒരു എക്സർസൈസാണ്. ഓക്കെ, ബോർഡിലേക്ക് നോക്കപ്പോൾ അറിയാം, നമ്മൾ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾ തന്നെ കുറേ സെൻറ്റൻസുകൾ കണ്ടുപിടിക്കുക. സോഴ്സ് ഇഷ്ടം പോലെയല്ലേ, ഇപ്പം നിങ്ങൾക്ക് സെൻറ്റൻസ് കണ്ടുപിടിക്കാനുള്ള സോഴ്സ് വളരെയധികം ഉണ്ട്. അത് എടുത്തിട്ട് ആദ്യം സിമ്പിൾ പ്രസൻറ്റ്, അല്ലെങ്കിൽ തിരിച്ച് എങ്ങനെ വേണം ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. അപ്പം ആദ്യം പ്രസൻറ്റ് പെർഫെക്റ്റ് ആയിട്ട് എഴുതുക, പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതുക, പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് എഴുതുക, പിന്നെ അത് സിമ്പിൾ പ്രസൻ്റ് ആയിട്ട് എഴുതുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെൻസിൽ തുടങ്ങുക, എന്നിട്ട് ബാക്കി രണ്ടും വീണ്ടും എഴുതി നോക്കുക. ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആക്കുന്നു, പ്രസൻറ്റ് പെർഫെക്റ്റ് ആക്കുന്നു. നോക്കാം, നോക്കി ബോർഡ് നോക്കിക്കോണേ. ഇറ്റ് റെയിൻസ്. ഒന്നാമത്, ഇറ്റ് ഈസ് റെയിനിങ്, it has rained. He smokes cigars. He is smoking cigars. He has smoked, first participle, cigars. They play cards. They are playing cards. They have played cards. Cows eat grass. Cows are eating grass. Cows have eaten grass. No, forms മാറുന്നുണ്ടോ? The worm creeps. The worm is creeping. The worm has crept. Past participle. Creep, crept, crept. Tigers move about. And the full sentence is tigers move about seeking their prey. അതാണ് prey എന്ന് പറഞ്ഞാൽ PREY. ഇവിടെ അത്രയും വലിയൊരു സെൻറ്റൻസ് എഴുതാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ tigers move about. Tigers are moving about the forest. Tigers have moved about. The strong men cheat the weak. The strong men are cheating the weak. The strong men have cheated the weak. So, people read notices. People are reading notices. People have read, READ. സ്പെല്ലിങ്സ് മാറ്റമില്ല, READ ആണ്. റെഡ് നോട്ടീസസ്. പിന്നെ ഹി സ്പീക്സ് ദ ട്രൂത്ത്. ഹി ഈസ് സ്പീക്കിംഗ് ദ ട്രൂത്ത്. ഹി ഹാസ് സ്പോക്കൺ ദ ട്രൂത്ത്. സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ. ദേ ജമ്പ് ഔട്ട്. വല്ല തീപിടുത്തമൊക്കെ ഉണ്ടായിരിക്കും, അതാ. ദേ ആർ ജമ്പിങ് ഔട്ട്. ദേ ഹാവ് ജംപ്ഡ് ഔട്ട്. മനസ്സിലായി? അതിൻ്റെ ആ വ്യത്യാസം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഒരു 50 സെൻറ്റൻസ് ഇങ്ങനെ പ്രസൻറ്റ്, സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ്. അത് നിങ്ങൾക്ക് നല്ലൊരു ഒരു പ്രോജക്റ്റായിട്ട് ചെയ്യാം. പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് റൂമിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുക, താല്പര്യമുള്ള കുട്ടികളുടെ ഗ്രൂപ്പ് ഉണ്ടാക്കുക. അത് 5 പേര് മതി. അപ്പോൾ 5 പേര് ആദ്യം ഒരു സെൻറ്റൻസ് സിമ്പിൾ പ്രസൻറ്റിൽ പറയുക, അടുത്ത ഗ്രൂപ്പ് അത് പ്രസൻറ്റ് കണ്ടിന്യൂസിൽ പറയുക, അടുത്ത ഗ്രൂപ്പ് അത് പ്രസൻറ്റ് പെർഫെക്റ്റിൽ പറയുക. ഇങ്ങനെ റൊട്ടേഷനായിട്ട് ഇങ്ങനെ പോകാം. നല്ലതാണ്. സ്പോക്കൺ ഇംഗ്ലീഷ് നിങ്ങളുടെ സംസാരിക്കാനുള്ള കഴിവ് വർദ്ധിക്കും. വൊക്കാബിൾ, പുതിയ പുതിയ വാക്കുകൾ പഠിക്കാം. പിന്നെ ടെൻസിൻ്റെ ഫോം നല്ല കൃത്യമായിട്ട് മനസ്സിൽ ഉറയ്ക്കും. സാധാരണ മനസ്സിലാക്കുന്ന ടെൻസ് ഫോംസിൻ്റെ ഒരു
ബുദ്ധിമുട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് നമുക്കിങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അങ്ങനെ ചെയ്ത് നോക്കി. സൂപ്പർ. ബൈ.